ഞാൻ അഡ്വക്കേറ്റ് നിഷ. കഴിഞ്ഞ 26 വർഷമായി കുടുംബ കോടതി രംഗത്ത് പ്രവർത്തിക്കുന്ന അനുഭവ പരിചയം കൊണ്ട് പറയുന്നൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഭാര്യയും ഭർത്താവും മ്യൂച്വൽ ഡൈവോഴ്സിലൂടെ വിവാഹമോചനം തേടുന്ന അവസരത്തിൽ എല്ലാവിധ തർക്കങ്ങളും, അതായത് കുട്ടികളുടെ മെയിൻ്റനൻസിനെ സംബന്ധിച്ചും കുട്ടികളുടെ കസ്റ്റഡിയെ സംബന്ധിച്ചും കുട്ടികളെ പെർമനൻ്റായി ആര് കസ്റ്റഡിയിൽ സൂക്ഷിക്കണമെന്നും എങ്ങനെയാണ് കുട്ടികളുടെ കസ്റ്റഡി ഇല്ലാത്ത പങ്കാളിക്ക് വിസിറ്റോറിയൽ റൈറ്റ്സ്, അതായത് കുട്ടിയെ സന്ദർശിക്കുന്നതിനുള്ള അവകാശം തീരുമാനിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചും വ്യക്തമായി മ്യൂച്വൽ ഡൈവോഴ്സ് പെറ്റീഷൻ രേഖപ്പെടുത്തേണ്ടത് നിർബന്ധമാണ്. അല്ലാത്ത പക്ഷം കേസ് തീരുന്ന വഴിക്ക് പങ്കാളികൾ ഇരുവരും അവരവരുടെ വഴിക്ക് പോയി കഴിഞ്ഞാൽ കുട്ടികളെ കാണുന്നതിനുള്ള അവകാശം ഒരു പങ്കാളി മറ്റൊരു പങ്കാളിക്ക് നിഷേധിക്കുന്ന അവസരം വരികയും കുട്ടിയെ കാണുന്നതിനായി വീണ്ടും പങ്കാളിക്ക് ദീർഘമായ കോടതി നടപടിയിലേക്ക് കടക്കേണ്ട ആവശ്യം വരികയും ചെയ്യുന്നൊരവസ്ഥയുണ്ടാകും. ആയതിനാൽ കൃത്യമായൊരു ധാരണ മ്യൂച്വൽ ഡൈവോഴ്സ് പെറ്റീഷനിലും അതോടൊപ്പം തന്നെ പരസ്പരം ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കുന്നതും നല്ലതാണ്. ഈ എഗ്രിമെൻറ്റിൽ കുട്ടികളുടെ കസ്റ്റഡി ആർക്കാണെന്നതിനെക്കുറിച്ചും കുട്ടികളുടെ കസ്റ്റഡി കൈവശമുള്ള ആൾക്ക് ഭർത്താവായാലും ഭാര്യയായാലും എങ്ങനെ കുട്ടികളെ കാണണം എന്നതിനെക്കുറിച്ചും ഒരു കൃത്യമായ ധാരണ എഗ്രിമെൻറ്റിൽ രേഖപ്പെടുത്തി വയ്ക്കുന്നത് നല്ലതായിരിക്കാം. അല്ലാത്ത പക്ഷം വീണ്ടും കോടതിയെ സമീപിച്ച് സുദീർഘമായ കോടതി വ്യവഹാരങ്ങളിലേക്ക് നീങ്ങേണ്ട ഒരു സാഹചര്യം വരികയുണ്ടാകും. ആയതിനാൽ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായൊരു രൂപരേഖ തയ്യാറാക്കുന്നത് നല്ലതായിരിക്കും. താങ്ക് യു.